ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശാലിനി സത്യാമ്മയോട് പറയുക, സത്യാമ്മയെ കൊച്ചാക്കാൻ വേണ്ടിയല്ല വന്നത്. എൻ്റെ അമ്മയ്ക്ക് പാസ്സായ ലോണാണ്. അമ്മ ഒഴിവ് പറഞ്ഞതുകൊണ്ടാണ് സത്യാമ്മയ്ക്ക് ആ ലോൺ തരുന്നത്. അമ്മയ്ക്ക് സത്യാമ്മയോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് വന്ന് പറഞ്ഞതാ. വിവരദോഷിയായ സത്യാമ്മ പറയുക, അപ്പോൾ നിൻ്റെ അമ്മ ബാക്കി വെച്ചതല്ലാവേ ഈ വീട്ടിലുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാനാണോടി നീ ഇവരെയെല്ലാം കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഒരു ലോണിൻ്റെ കാര്യവും പറഞ്ഞ് സത്യാമ്മയെ വിലക്കെടുക്കാൻ വന്നിരിക്കുന്നു. അത് കേട്ടിട്ട് രാഘവേട്ടനങ്ങ് ദേഷ്യം വരുക. ഫാമേ, എന്തുവാ നീ പറയുന്നത്? നിനക്കോ നിൻ്റെ കൂടെ വന്ന നിൻ്റെ അമ്മയ്ക്കോ ഒരിക്കലും സാധിക്കില്ല സത്യാമ്മയെ മടക്കാനും ഒതുക്കാനും ഒന്നും. സത്യഭാമയുടെ ഈ അഹങ്കാരം കണ്ടിട്ട് ശാലിനി ശാരദാമ്മയോട് പറയുക, അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടൊന്നും വരണ്ടാന്ന്. എനിക്കറിയാം സത്യാമ്മ എത്രയൊക്കെ വന്നാലും ദൈവം എന്തെല്ലാം സൂചനകൾ കൊടുത്താലും ഒരിക്കലും സത്യാമ്മ പഠിക്കത്തില്ല. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അമ്മ വന്നേ നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ രാഘവേട്ടൻ, മോളെ, പക്ഷേ അപ്പോഴേക്ക് സത്യഭാമ, നിൽക്കേ, ആഹാ കൊള്ളാലോ, അപ്പോഴീ വയസ്സാം കാലത്ത് നീ എന്നെ 4 അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണല്ലേ? കുടുംബശ്രീ ലോൺ ശരിയാക്കിയിട്ടുണ്ടെന്ന് നിന്റെ വലിപ്പം നിന്റെ കയ്യിലങ്ങ് വെച്ചിരുന്നാൽ മതി കേട്ടോടി. സത്യഭാമയുടെ അടുത്ത് എടുത്തോണ്ട് വരരുത് കേട്ടോടി. വന്നാ വിവരം അറിയും. നാട് മുഴുക്കാൻ നടന്ന് തെണ്ടി തിന്നാലും ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി നിന്റെ അടുത്ത് ഞാൻ വരുത്തില്ലടി. അതിൻ്റെ കാരണം എന്താ നിനക്കറിയാവോ? സത്യഭാമ അങ്ങനെ ജീവിച്ചിട്ടില്ല, ഇനി ജീവിക്കുകയില്ല. അതൊക്കെ കേട്ടിട്ട് ശാരദാമ്മ പറയുക, വേണ്ട സത്യാമ്മേ, ഞങ്ങൾ പോവുക. ഇനി അധികം കാട് കയറിയൊന്നും പറയണ്ട. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പോയതിലും സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിൽ ഞാൻ സത്യാമ്മയുടെ ക്ഷമ ചോദിക്കുന്നു. എല്ലാത്തിനും മാപ്പ് സത്യാമ്മേ. മക്കളെ വാ, നമുക്ക് പോകാം. ശാലിനി വാ. അമ്മേ, നമ്മളെ എന്തിനാ സത്യാമ്മ ഇങ്ങനെ വഴക്ക് പറയുന്നത് ചോദിക്കണ്ടേ അമ്മേ? ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ കുറ്റവാളികളെ പോലെയാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്നത്. അതിൻ്റെ കാരണമെങ്കിലും അറിയണ്ടേ അമ്മേ? അതറിഞ്ഞിട്ടേ ഞാൻ വരുന്നുള്ളൂ. മോള് പറഞ്ഞ ശരി തന്നെയാ, നമ്മളിവിടെ വരരുതായിരുന്നു. വാ, നമുക്ക് പോകാം. സത്യാമ്മയുടെ ഇഷ്ടം പോലെ എന്തുവാന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഇതൊക്കെ കേട്ടിട്ട് സത്യഭാമയ്ക്ക് ഒരു കുലുക്കവുമില്ല. എരുമമാടിൻ്റെ പുറത്ത് മഴ പെയ്ത പോലുള്ള അനുഭവമുള്ള സത്യഭാമയ്ക്ക്. അച്ചച്ചാ, ഞങ്ങൾ പോവുക എന്നും പറഞ്ഞ് പപ്പിമോള് രാഘവേട്ടന് മുത്തം കൊടുക്കുന്നു. സങ്കടത്തോടെയും ഭയത്തോടെയും പപ്പിമോള് സത്യാമ്മയുടെ അടുത്ത്, പോട്ടെ സത്യാമ്മേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ഒരു കുലുക്കവോ അനക്കവോ ഒന്നുമില്ലാതെ ഒരു പാറ പോലെ ഉറച്ച് ഇങ്ങനെ നിന്ന് നോക്കുന്നു. സങ്കടത്തോടെ ശാലിനി രാഘവേട്ടനെ നോക്കി യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. രാഘവേട്ടനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ വയ്യ. ഫാമേ, നീ ഇനി എന്നാടി നന്നാകുന്നത്? നീ നന്നാകാൻ വേണ്ടിയിട്ട് ദൈവം ഓരോ അവസരങ്ങൾ തരുമ്പോൾ അതെല്ലാം നീ തട്ടിത്തെറിപ്പിക്കുവാണല്ലോ. എത്ര കിട്ടിയാലും നീ പഠിക്കത്തില്ലല്ലോ. ദൈവമേ, കഷ്ടം. നിങ്ങൾ മരുമകളെ കൊണ്ട് എന്നെ പഠിപ്പിക്കാൻ നോക്കുവാണോ? ഈ സത്യഭാമ സ്വയം വഴി തെളിച്ച് മുന്നോട്ട് പോന്നോളാം. ഒരാളുടെ ആശ്രയമില്ലാതെ ജീവിച്ച് കാണിക്കുകയും ചെയ്യും. ഒരാളുടെ ഔദാര്യം അതിനെനിക്ക് വേണ്ട, രാഘവേട്ടൻ്റെ പോലും. നീ നന്നാവില്ല ഭാമേ, ഈ ജന്മത്തിൽ നീ നന്നാവില്ല. ഒരു റെസ്റ്റോറൻറ്റിൽ രോഹിത്ത് കുടിച്ച് ലെവലില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ മുന്നിൽ ഒരു ഫാമിലി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിലൊരു കൊച്ചുകുട്ടിക്ക് അതിൻ്റെ അച്ഛൻ ഇങ്ങനെ ഭക്ഷണം വാരി ഊട്ടുന്നതൊക്കെ അവനിങ്ങനെ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് അവനങ്ങോട്ട് ദേഷ്യവും സങ്കടവും സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ നിന്നുകൊണ്ട് വെളിവില്ലാതെ വിളിച്ചു കൂവുക, മേടിച്ച് കൊടുക്കടോ, എന്നിട്ട് കൊഞ്ചിക്ക്. ആ കുഞ്ഞാണെങ്കിൽ ഫൈന്നിട്ട് അച്ചാന്ന് വിളിക്കുക, വാങ്ങിച്ച് കൊടുക്കടോ, എന്നിട്ട് നല്ലതുപോലെ കൊഞ്ചിച്ചോ. ഈ ലോകത്തുള്ള എല്ലാ അച്ഛന്മാരും ഇങ്ങനെയാ. ഉള്ളതെല്ലാം വിറ്റുപേർക്ക് മക്കളെ അങ്ങനെ അങ്ങ് സ്നേഹിക്കണം. അത് കഴിയുമ്പോൾ തൻ്റെ ഈ പെണ്ണുമ്പിള്ളയുണ്ടല്ലോ, ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവചനം അങ്ങ് നടത്തും. ഈ ഇരിക്കുന്ന കൊച്ച് തൻ്റെതല്ലെന്നൊരു പ്രവചനം. അത് കേട്ടിട്ട് അയാൾക്ക് ദേഷ്യം വന്നിട്ട് ചാടി എഴുന്നേറ്റ് രോഹിത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ചിട്ട്, എടോ തെണ്ടിത്തരം പറഞ്ഞാലുണ്ടല്ലോ, അല്ലെങ്കിൽ ചേട്ടൻ നാണ്ടി ചേച്ചിയോട് ചോദിക്കുകയും ഈ കൊച്ചിൻ്റെ തന്ത ആരാന്ന്. അപ്പോൾ ചേച്ചി പറയും ഈ കൊച്ചിൻ്റെ തന്ത താനല്ലെന്ന്. നീ അനാവശ്യം പറയുന്നോടാ എന്നും പറഞ്ഞാൽ അടിക്കാൻ പോകുമ്പോൾ രോഹിത് പറയാം, ചേട്ടാ എന്നെ വിട്, ഇന്നത്തെ കാലത്ത് നടക്കുന്ന സത്യങ്ങളായതൊക്കെ. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ് എൻ്റെ കൊച്ച് എൻ്റെതല്ലെന്ന്. അപ്പോൾ പിന്നെ ഈ ചേച്ചി ചേട്ടനോട് പറയില്ലേ ഈ കൊച്ച് ചേട്ടൻ്റെതല്ലെന്ന്? കള്ളു കുടിച്ചു വന്ന് അനാവശ്യം പറയുന്നോടാ എന്ന് ചോദിക്കുമ്പോൾ ആ ഹോട്ടലിൻ്റെ മാനേജറോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരാൾ ഓടി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കും. ആ കൊച്ചിൻ്റെ അമ്മ പറയുന്നത്, ഇവിടെ വരുന്നവരെയൊക്കെ അപമാനിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ കുടിയന്മാരെയൊക്കെ അകത്ത് കയറ്റി വെച്ചിരിക്കുന്നത്?
എൻ്റെ ചേട്ടാ, ചേട്ടൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ചേട്ടനൊന്ന് തിരക്കി നോക്ക്. സത്യമാണെങ്കിൽ ചേട്ടൻ ഇപ്പം തന്നെ രക്ഷപ്പെടാമല്ലോ. ഈ ചേച്ചിയെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാര്യയെ പോലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ചേച്ചി പെരുങ്കള്ളിയാണ്. ഉറപ്പായിട്ടും ചേട്ടാ, ഈ കൊച്ച് നിങ്ങളുടേതല്ല. ദേഷ്യം അടക്കാനാകാതെ അയാൾ രോഹിത്തിനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഹോട്ടലിലെ മറ്റ് ജീവനക്കാരെല്ലാം കൂടെ രോഹിത്തിനെ പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുവാണ്. ഇതാണ് ഈ നാടിൻ്റെ രീതി. സത്യം പറയുന്നവന് തല്ല്. ഈ ഭൂമിയിലുള്ള എല്ലാ ഭാര്യമാരും കള്ളികളാണ്. ആ ഹോട്ടൽ ജീവനക്കാരൻ ചോദിക്കും, തനിക്കെന്താടോ വട്ടാണോ? തൻ്റെ ഭാര്യ തന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരുടെയും ഭാര്യമാരിങ്ങനെ ചതിക്കുമെന്നാണോ തൻ്റെ വിചാരം? താനിങ്ങനെ ഇവിടെങ്ങാനും കിടന്ന് ഒച്ച വച്ചാലുണ്ടല്ലോ, അടി കൊണ്ട് ഇവിടെ കിടന്ന് ഇനി ഉരുളും. എടോ, തൻ്റെ വീട്ടിലെ തൻ്റെ കൊച്ച് തന്നെ അച്ചാന്ന് വിളിക്കുന്നതിൽ വല്ല ഉറപ്പുണ്ടോ? ഇനി ഇങ്ങനെ നിന്ന് ഇവിടെ നിന്ന് പുലമ്പിയാൽ നിന്നെ വെച്ചേക്കത്തിലിടാന്നും പറഞ്ഞ് അവരെല്ലാവരോടും ഇങ്ങനെ അടിക്കാൻ പോകുമ്പോൾ വിഷ്ണുവിൻ്റെ ലോറി അങ്ങോട്ട് വരുന്നുണ്ട്. രോഹിത്തിനെ എല്ലാവരും ചേർന്ന് ഉപദ്രവിക്കുവാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് വിഷ്ണു ഓടിച്ചെന്ന്, വിടവനെ, സുഖമില്ലാത്ത ആളാ, എനിക്കറിയാവുന്നതാ. ഇവൻ്റെ സൂക്കേടൊക്കെ മാറ്റാൻ ഞങ്ങൾക്കറിയാം. ഇവനെ ഞങ്ങളെ ശരിക്കും അറിയാൻ വയ്യാത്തത് കൊണ്ടാ. എടാ, എന്തിനാടാ രോഹിത്തെ നീ ഇങ്ങനെ നാട്ടുകാരുടെ തല്ലുമേടിക്കാൻ നടക്കുന്നത്? എടാ, നീ ഒരുത്തം കാരണമാടാ ഞാനിങ്ങനെ ആയത്. ചതിയനാടാ നീ, ചതിയനാ നീയൊക്കെ എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ വിഷ്ണുവിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എടാ രോഹിത്തെ, നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാം. നീ ഇവിടെ നിൽക്കേണ്ട, നീ വാ. എന്നെ നീ എവിടെ ആക്കാനാ? എനിക്ക് സ്വന്തമെന്ന് പറയാൻ വീടുണ്ടോ, കുടുംബമുണ്ടോ? സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലും എനിക്കുണ്ടോ? അതുകൊണ്ട് എനിക്ക് എവിടെ വേണേലും പോകാം, എങ്ങോട്ട് പോണേലും നടക്കാം. അതുകൊണ്ട് ആരും എന്നോടൊന്നും ചോദിക്കില്ല. എടാ രോഹിത്തെ, നീ വന്നേ. അവിടെ ശ്യാമ, തൊട്ടുപോകരുതെന്നെ. ഏത് ശ്യാമ? എൻ്റെ ജീവിതം തൊലച്ചിട്ട് എന്നെ സ്നേഹിക്കാൻ വരുന്നോ? എനിക്ക് ആരുടെയും സഹതാപമൊന്നും വേണ്ട, പ്രത്യേകിച്ച് നിന്റെ. ഞാൻ ഈ ലോകത്ത് ഏറ്റവും അധികം വെറുക്കുന്ന ഒരേ ഒരാളെയാ, അത് നിന്നെയാ. ഈ രോഹിത്ത് എവിടെങ്കിലും വീണ് ചത്തൊടുങ്ങിയാൽ എൻ്റെ ശവം കാണാൻ പോലും നീ വന്നേക്കരുത്. സുസ്മിത അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ വന്നിട്ട് ചോദിക്കുക, രോഹിത്തെ നിനക്കെന്താ? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചതാ. നിൽക്കോ, ആരും എൻ്റെ മുന്നിൽ നിൽക്കണ്ട. എനിക്ക് ആരും വേണ്ട, എല്ലാം ചതിയന്മാരാ. സുസ്മിത രോഹിത്തിനെ പിടിച്ചിട്ട് പറയുക, രോഹിത്തെ, നിന്നെ ചതിച്ച് ഒന്നുമില്ലാതാക്കിയവരുടെ മുന്നിൽ നിന്നെ എല്ലാം തികഞ്ഞവനാക്കി മാറ്റുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുസ്മിതയാ. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. വിഷ്ണു അത് കേട്ടിട്ട് പറയുക, ഇങ്ങനെ കുടിപ്പിച്ച ആളെ ഇല്ലാതാക്കുന്നതാണോടി നിന്റെ നന്നാക്കല്? രോഹിത്ത് പറയുക, എടാ, ഞാൻ കുടിക്കുന്നുണ്ടെങ്കിലേ അത് എൻ്റെ കാശ് കൊടുത്തിട്ടാ. ഇനി മേലാൽ ഞാൻ പോകുന്ന വഴിക്ക് എവിടെങ്കിലും വന്ന് എന്നെ സംരക്ഷിക്കാനാണെന്നും പറഞ്ഞ് വന്നാൽ ഞാൻ പിന്നെ നിന്നെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. സുസ്മിത പറയുക, എടാ രോഹിത്തെ, ഇവനൊക്കെ നിന്റെ നാശം കാണാൻ വരുന്നതാ, നീ പോയി വണ്ടി കയറ്. വിഷ്ണു സങ്കടത്തോടെ രോഹിത്തിനോട് പറയുന്നു, നീ ആരുടെ കൂടെ കൂടിയപ്പോഴാ ഇത്രയും നശിച്ചതെന്ന് നീ പിന്നെ മനസ്സിലാക്കിക്കോളൂ. പക്ഷേ അന്ന് നീ നിന്റെ ഈ ജീവിതം നഷ്ടപ്പെടുത്തിയത് തിരിച്ചു പിടിക്കാൻ നിനക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല രോഹിത്തെ. ഞാൻ എൻ്റെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കൂടാ. നിന്റെ ഒരു സംരക്ഷണവും എനിക്ക് വേണ്ട. നീ നിന്റെ പാട് നോക്കി പോടാ എന്നിങ്ങനെ രോഹിത്ത് വിഷ്ണുവിനെ ആട്ടിയിട്ട് സുസ്മിതയുടെ കാറിൽ പോയി അങ്ങ് ഇരിക്കുവാണ്. സുസ്മിത വിഷ്ണുവിനോട് പറയുക, വിഷ്ണു, ഇത് കലിയുടെ വിളയാട്ടാ. നിന്റെയും നിന്റെ കുടുംബത്തിൻ്റെയും പുക കണ്ടിട്ടേ ഇത് അവസാനിക്കൂ. അതുവരെ ഇങ്ങനെ പല കാഴ്ചകളും നിനക്ക് കാണേണ്ടി വരും. കരുതിയിരുന്നോ വിഷ്ണു? നീ പറയുന്നത് സുസ്മിതയാ. ഈ സുസ്മിത രാഘവേട്ടന് നൂർജഹാൻ കൊണ്ടുവന്ന ബിരിയാണി സത്യഭാമ വിളമ്പിക്കൊടുക്കുവാണ്. അയ്യോ, ഇത്രയും മതി ഭാമേ, കഴിക്കൂ രാഘവേട്ട, കുറച്ചുകൂടെ കഴിക്ക്. എന്താ ഭാമേ, നീ ഇരിക്കുന്നില്ലേ? രാഘവേട്ടൻ കഴിക്ക്. വിഷ്ണു വന്നിട്ട് ഞാൻ അവനോടൊപ്പം ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം. അവനുള്ളത് വിളമ്പി നീ അവിടെ അടച്ചു വെച്ചാൽ മതിയല്ലോ. അവൻ വന്നെടുത്ത് കഴിച്ചോളും. അത് വേണ്ട. ബിരിയാണിയെ വിഷ്ണുവിന് വലിയ ഇഷ്ടമാണ്. അതെ, എനിക്ക് തന്നെ അവന് വിളമ്പി കൊടുക്കണമെന്ന് ആഗ്രഹം. എൻ്റെ ഭാമേ, എനിക്ക് നിന്നെ ഒരു തരത്തിലും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. 2 ദിവസം മുമ്പ് അവൻ്റെ കാശിവിടെ വേണ്ടാന്നും പറഞ്ഞ് അവൻ്റെ നേരെ ചാടിത്തുള്ളിയ ഈ ഭാമ തന്നെയാണോ? പല മുഖങ്ങളിൽ, പല ഭാവത്തിൽ, പല രൂപത്തിൽ ഇങ്ങനെയൊക്കെ കഴിയാൻ നിനക്ക് ഭാമ എങ്ങനെ കഴിയുന്നു? ഞാൻ വിഷ്ണുവിനെ വഴക്ക് പറഞ്ഞതിൻ്റെ പ്രായച്ചിത്തമായിട്ട് കൂട്ടിക്കോ. അതിനു വേണ്ടിയിട്ടായി ബിരിയാണിയും വെച്ചുള്ള കാത്തിരിപ്പ്. എൻ്റെ മോനല്ലേ വിഷ്ണു, അവൻ എന്നോട് ക്ഷമിച്ചോളും. എത്ര രാത്രിയായാലും അവൻ വന്നിട്ടേ ഞാൻ കഴിക്കൂ. അവൻ ഇത് കഴിക്കാൻ മനസ്സില്ലെങ്കിൽ നീ എന്തു ചെയ്യും? ഈ ബിരിയാണിയും കൊണ്ട് നീ ഇവിടെ കാത്തിരിക്കത്തതല്ല ഉള്ളു. ഞാനാണെങ്കിൽ പിന്നെ ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. അവൻ്റെ കാശ് വേണ്ട, അവനെ വേണ്ട, പിന്നെന്തിനാ അവനിവിടെ നിൽക്കുന്നതെന്ന് അവൻ വിചാരിച്ചെങ്കിൽ എന്തു ചെയ്യും? അവനെ അതിന് തെറ്റു പറയാനും പറ്റത്തില്ലല്ലോ. അത്രത്തോളം മനസ്സ് വിഷമിച്ച അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. രാഘവേട്ട, അതാണ്ട് ഇനി അതും ഇതൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ.
എൻ്റെ കുഞ്ഞിനങ്ങനെ എന്നെ ഇട്ടിട്ടെങ്ങും എങ്ങും പോകാനൊന്നും പറ്റത്തില്ല. എനിക്കത് ഉറപ്പാണ്. ആ ഒരു ഉറപ്പ് തന്നെ ആ ഫാമേ നിൻ്റെ പരാജയവും. ശരിക്കു പറഞ്ഞാൽ ഫാമേ നിന്നെ എല്ലാവരും അങ്ങ് സഹിക്കുക. ഇന്ന് തന്നെ നോക്കിക്കേ, ശാലിനിയും ശാരദാമ്മയും ആ കുട്ടികളും കൂടി ഇവിടെ വന്നു. ആ കുട്ടികൾക്കല്പം മധുരമൊക്കെ കൊടുത്ത് കുറച്ച് സ്നേഹത്തോടൊക്കെ പെരുമാറി പറഞ്ഞു വിടുന്നതിന് പകരം നീ എന്തുവാ ഇവിടെ ചെയ്തത്? അവരെ കണ്ണീരോടെ നീ ഇവിടുന്ന് ഇറക്കി വിട്ട്. നിന്നെ ആശ്വസിപ്പിക്കാനും നിന്നെ സഹായിക്കാനുമാണ് അവരിങ്ങോട്ട് വന്നത്. അവരിവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചില്ലെന്നും പറഞ്ഞ് അവരോട് ആരും ചോദിക്കത്തില്ല. സത്യഭാമയും ഭർത്താവും മോനുമൊക്കെ വേറെ വീടെടുത്ത് താമസിച്ചല്ലോ, എന്നിട്ട് നിങ്ങൾ പോയോ എന്നൊന്നും ആരും അവരോട് ചോദിക്കാൻ പോകുന്നില്ല. ഇതവർ നമ്മളുടെ വീടുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അവർ വന്നത്. സാധാരണ ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിലെങ്കിലും ആ കുട്ടികളെ വിളിച്ചകത്തിരുത്തി ഒരു ഗ്ലാസ് ചായയെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടതായിരുന്നു ഒരു ഗ്രഹനാഥയായ നിൻ്റെ ഉത്തരവാദിത്വം. എന്നിട്ട് നീ എന്താ ചെയ്തത്? നിന്റെ പേരക്കുട്ടിയടക്കം എല്ലാവരെയും ഒന്നും കൊടുക്കാതെ ഇറക്കി വിട്ടു. രാഘവേട്ട, എന്നെ കൊച്ചാക്കാനും അപമാനിക്കാനും ഒക്കെ വന്നാലേ ഞാൻ സഹിക്കത്തില്ല. ഞാൻ ഉച്ചയ്ക്ക് ഊണിനെ പുളിയിഞ്ചി ഉണ്ടാക്കി തന്നത് രാഘവേട്ടൻ കഴിച്ചല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ എരിവിൻ്റെ കുത്തലുണ്ടായിരുന്നോ? പക്ഷേ ശാരദയ്ക്ക് തോന്നി എരിവിൻ്റെ കുത്തലല്ല, ശാരദയ്ക്കാ കുത്തൽ. ഈ രീതിക്കാ നീ ഇനിയും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്റെ കൂടെ ഞാൻ മാത്രമേ കാണൂ ഫാമേ. കാരണമേ എന്നെപ്പോലെ നിന്നെ സഹിച്ച് നിൽക്കാനുള്ള ക്ഷമയൊന്നും ആർക്കും കാണില്ല. ആരും വേണ്ട രാഘവേട്ട എൻ്റെ കൂടെ. എൻ്റെ കാര്യങ്ങളൊക്കെ ഈശ്വരനറിയാം. ഭഗവാൻ എന്നെ മനസ്സിലാക്കിക്കോളും. പക്ഷേ ഫാമേ, അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഈ ബിരിയാണി ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിക്കണമെങ്കിലേ വിഷ്ണു തന്നെ വന്ന് കഴിക്കണ്ടേ? അതിന് ഫാമേ നീ അവൻ്റെ മനസ്സ് വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ പറയണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഇതൊക്കെ എത്ര പറഞ്ഞേക്കെന്ന് ആര് കേൾക്കാനാ? ശാലിനി സത്യഭാമ പറഞ്ഞതൊക്കെ ഓർത്തിങ്ങനെ വിഷമിക്കുവാണ്. നിന്റെ അമ്മ കഴിച്ചതിൻ്റെ ബാക്കി ഇവിടെ ഉള്ളവരെയൊക്കെ കഴിപ്പിക്കാനാണോടി നീ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഒരു ലോണിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് സത്യാമ്മയെ വിലക്കെടുക്കാൻ വന്നിരിക്കുന്നു. സത്യാമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ശാലിനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ശാരദാമ്മ ഇങ്ങോട്ട് വന്നിട്ട് ശാലിനിയോട് പറയുന്നു, മോളെ രോഹിത്തിൻ്റെ ഈ പോക്ക് നമ്മൾ കണ്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ എന്താ മോളെ ചെയ്യുന്നത്? നമ്മുടെ ശ്യാമയുടെ ജീവിതമല്ലേ അവനിങ്ങനെ പന്ത് തട്ടുന്ന പോലിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത്. രോഹിത്തിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും തെറ്റുകാരാണമ്മേ. അതിനി പെട്ടെന്നൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ലമ്മേ. അഥവാ അങ്ങനെ വല്ലതും വേണമെങ്കിൽ ശ്യാമ തന്നെ വിചാരിക്കണം. ശ്യാമയെപ്പോലും വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്നവൻ ഇനി എന്തു മാറ്റം വരാന്? അവനെ ഇപ്പം നിയന്ത്രിക്കുന്നതും തീറ്റിപ്പോറ്റുന്നതും ഒക്കെ മറ്റുള്ളവരാണല്ലോ. അവർ പറഞ്ഞു കൊടുക്കുന്നതല്ലേ അവൻ കേൾക്കത്തുള്ളൂ. ഞാൻ ഹോംവർക്ക് ചെയ്യില്ല, എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പപ്പിമോൾ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. പുറകിന് ശ്യാമയും. പപ്പി നിന്നോടാ പറഞ്ഞ പോയിരുന്ന് ഹോംവർക്ക് ചെയ്യാൻ? പറ്റില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഹോംവർക്ക് ചെയ്യില്ല. അവിടെ സത്യയിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നത് നീ കണ്ടില്ലേ? അതുപോലെ നിനക്കിരുന്ന് ചെയ്താൽ എന്താടി? എൻ്റെ ഹോംവർക്ക് ചെയ്തു തന്നിരുന്നത് എൻ്റെ അച്ഛനാ. എൻ്റെ അച്ഛൻ വന്നിരുന്ന് ഹോംവർക്ക് ചെയ്തു തന്നാലേ ഞാൻ വരൂ. കണ്ടില്ലേ അമ്മ ഇവിടെ വാശി? അമ്മയും വേണ്ട മോളെയും വേണ്ട എന്നും പറഞ്ഞ് നടക്കുന്ന ഇവളുടെ അച്ഛനെ ഞാൻ എവിടെ ചെന്ന് കൊണ്ടുവരാനാ? ഞാൻ വിളിച്ചാൽ തന്നെ അയാൾ വരുമോ? മോളെ പപ്പി, ഇന്നല്ലെങ്കിൽ നാളെ ശാരദാമ്മ മോടെ അച്ഛനെ കൊണ്ടുവരും. ഇപ്പോൾ പോയി എൻ്റെ പൊന്നുമോൾ ഹോംവർക്ക് എഴുത്. ഇല്ലെങ്കിലേ സ്കൂളിൽ നിന്ന് നല്ല വഴക്ക് കിട്ടും. സ്കൂളിൽ നിന്ന് അവർ ഞങ്ങളെയും വിളിച്ച് പറയും. ചിലപ്പോൾ ഞങ്ങളെയും അങ്ങോട്ട് വിളിപ്പിക്കും. വെറുതെ ഞങ്ങളെയൊക്കെ വഴക്ക് കേൾപ്പിക്കണോ? നല്ല കുട്ടിയല്ലേ, പൊന്നുമോള് പോയി ചെയ്യ്. ഇല്ല, ഞാൻ ഹോംവർക്ക് ചെയ്യില്ല ചെയ്യില്ല ചെയ്യില്ല. എനിക്ക് എൻ്റെ അച്ഛനെ കാണണം. നിൻ്റെ ഏതച്ഛനാടി? അയാൾക്ക് നിന്നെ വേണ്ട. നമ്മൾ നമ്മളുടെ കാര്യം നോക്കിയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. ഇനി മേലാൽ നിൻ്റെ അച്ഛൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു പോയേക്കരുത്. ഞാൻ പറയും എനിക്ക് എൻ്റെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം വന്നിട്ട് പപ്പിയെ അടിക്കുന്നുണ്ട്. ശാലിനിക്കും ശാരദാമ്മയ്ക്കും അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ശ്യാമയെ നീ എന്തുവായി കാണിക്കുന്നത്? ഇത്രയും പോകുന്ന ഈ കുഞ്ഞിനോടാണോ നീ നിൻ്റെ ദേഷ്യം കാണിക്കുന്നത്? ശാലിനി ചോദിക്കുന്നു, മോളെ നീ എന്തിനാ കുഞ്ഞിനെ തല്ലുന്നു? അപ്പോൾ കുഞ്ഞേച്ചി കാണുന്നില്ലേ ഇവിളി ചോദിക്കുന്നതൊക്കെ? ഈ രാത്രിയിൽ ഞാൻ എവിടെ പോയി വിളിച്ചുകൊണ്ട് വരാനാ ഇവിടെ അച്ഛനെ? അപ്പോൾ ഫ്രണ്ട്സ്, ശ്യാമ പറയുന്നത് കറക്റ്റാണല്ലോ. കുടിച്ച് വെളിവില്ലാതെ നടക്കുന്ന രോഗത്തിനെ ഈ രാത്രിയിൽ ശ്യാമ എവിടെ പോയി പിടിച്ചുകൊണ്ട് വരാനാ? ശാലിനി എത്രയും പെട്ടെന്ന് തന്നെ രോഹിത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.